സ്ത്രീകൾക്കും കുട്ടികൾക്കും പിടിപെട്ടേക്കാവുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും പറഞ്ഞു തരുന്നു ഡോക്ടേഴ്സ് വ്യൂ. സ്റ്റൊമക് ക്യാൻസർ അഥവാ ആമാശയത്തിലുണ്ടാകുന്ന ക്യാൻസറിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ആമാശയത്തിൽ ക്യാൻസർ ഉണ്ടാകുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആഹാരചര്യയിൽ വന്നിട്ടുള്ളതും ജീവിതചര്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. നമ്മളുടെ കഴിക്കുന്ന ആഹാരത്തിൽ പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നു. വ്യായാമവും തീരെയില്ല, മിക്കവർക്കും അമിതവണ്ണവുമാണ്. ഇവയ്ക്ക് തന്നെയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ആമാശയത്തിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ആമാശയ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് ആമാശയത്തിനെ ആശ്രയിച്ച് വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഗ്യാസ് ട്രബിൾ പോലത്തെ പ്രശ്നങ്ങളാണ്. അതായത് ചെറുതായിട്ട് ആഹാരങ്ങൾ കഴിച്ചാൽ തന്നെ വയറ് നന്നായിട്ട് വീർത്ത് വരിക, ഗ്യാസ് കയറി വീർത്തതുപോലെ തോന്നുക. ആഹാരം കഴിച്ച ഉടനെ വരുന്ന അസിഡിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ആസിഡിറ്റിയെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. സ്ഥിരമായിട്ട് നീണ്ടു നിൽക്കുന്ന ആസിഡിറ്റി, ചെറുതായിട്ട് ആഹാരം കഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പുളിച്ച കെട്ടൽ പോലെ വരിക, അസിഡിറ്റി പോലെ വരിക. ചിലർക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മനം പുരട്ടൽ വരിക, ഛർദിൽ വരിക, അതുപോലെ തന്നെ വയറുവേദന വരിക, നന്നായിട്ട് ക്ഷീണം തോന്നുക. ഇവയൊക്കെയാണ് പ്രധാന സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നീട് സാധാരണയായിട്ട് ആമാശയ ക്യാൻസർ ഉള്ളവർക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം, ഇവയിൽ രണ്ടിൽ ഏതെങ്കിലും കാണുക. അതുപോലെ കുറച്ച് ആമാശയ ക്യാൻസർ നന്നായിട്ട് കുറച്ച് കൂടിയിട്ടുള്ള അവസ്ഥയിലേക്കാണെന്നുണ്ടെങ്കിൽ മലത്തിൽ നന്നായിട്ട് രക്തം കാണുക, കൂടുതലായിട്ടും ബ്ലാക്ക് കളറിലുള്ള മോഷനൊക്കെ പോവുക. ഇവയൊക്കെയാണ് സിംറ്റംസ് ആയിട്ട് കാണുന്നതെന്ന് പറയുമ്പോൾ. പിന്നീട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള സിംറ്റമായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും ഭയങ്കര ക്ഷീണമായിരിക്കും അവർക്ക് നന്നായിട്ട് വളർച്ചയുടെ പ്രശ്നങ്ങൾ, അതായത് അനീമിയയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരു ക്ഷീണം അനുഭവം, പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ ഉണ്ടാകുന്ന അമിതമായിട്ടുണ്ടാകുന്ന ക്ഷീണം. അതുപോലെ അവർക്ക് വെയിറ്റ് ലോസ് വരിക. അപ്പം സ്റ്റാർട്ടിങ്ങിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. ഒരു കാരണവും കൂടാതെ ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയുകയാണ്. അങ്ങനെയുള്ളവർക്കും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആമാശയ ക്യാൻസറിനകത്ത് കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ് വയറിൽ ഉണ്ടാകുന്ന ഇതുപോലത്തെ ഉള്ള സിംറ്റംസും അതുപോലെ വെയിറ്റ് കുറയുക എന്നുള്ളത്. അതുപോലെ ലിംനോഡ്, അതായത് നമ്മുടെ ലിംനോഡ്സിലൊക്കെ എൻലാർജ്മെൻറ്റും കാണാറുണ്ട്. ചിലരിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വയറുവേദനയും വയറിലൊരു തടിപ്പും ഒക്കെ കാണാറുണ്ട്. ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഇപ്പം ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമുള്ളവർക്ക്, ആസിഡിറ്റിയുടെ പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ കാണാറുണ്ട്. എന്നാൽ തുടർച്ചയായിട്ട് മാസങ്ങളോളം നിൽക്കുന്ന ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ച് അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതാണ്. കാര്യം പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് പേർക്ക് ഇപ്പോൾ ആമാശയത്തിൽ ക്യാൻസർ ഉണ്ടാവുകയാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന സിംറ്റം എന്ന് പറയുമ്പോൾ. നമ്മൾ ആഹാരം കഴിച്ച ഉടനെ തന്നെ അത് മുകളിലേക്ക് ഛർദിലായിട്ടോ അല്ലെങ്കിൽ മനം പുരട്ടിയ പോലെയോ അല്ലെങ്കിൽ പുളിച്ച കേട്ടലായിട്ടോ ഒക്കെ മുകളിലോട്ട് വരിക. ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ കാണുന്ന സിംറ്റംസ് എന്ന് പറയുമ്പോൾ. കുറച്ചുകൂടെ കൂടിയ സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ലോസും അമിതമായിട്ടുള്ള ക്ഷീണവും മോഷൻ ഒരു ബ്ലാക്ക് കളറും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. പിന്നീട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റൊമക്കിലുള്ള ഈ ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പാരമ്പര്യമായിട്ട് ഇപ്പം നമ്മുടെ ഫാമിലിയിലുള്ള മറ്റാർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ആമാശയത്തിൽ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കും അതുപോലത്തെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ റബ്ബർ, മെറ്റൽ, അതുപോലെ ആസ്പെറ്റോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ അവർ കഴിക്കുന്ന ആഹാരത്തിന് ഒരു പ്രത്യേകമായിട്ടും ഒരു കാരണമാവാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രിസർവേറ്റീവ്സും നമുക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള രീതിയിലുള്ള അഡിറ്റീവ്സും ഒക്കെ ചേർത്തിട്ടുള്ള ആഹാരം കഴിക്കുക, സ്മോക്ഡ് ഫുഡ്, അതായത് പുകയിൽ വെച്ചുണ്ടാക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക, നൈട്രേറ്റ്സ് ഒക്കെ ഒത്തിരി ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ, ഒരുപാട് എരിയും പുളിയും ചേർന്നതും ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ഫുഡ്, ഒരുപാട് റെഡ് മീറ്റ് കഴിക്കുക. ഇവയൊക്കെയാണ് ആഹാര കാര്യത്തിലൂടെ നമുക്ക് ഈ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ ടൊബാക്കോയുടെ യൂസാണ്. പുകവലിയും അതുപോലെ ടൊബാക്കോയുടെ യൂസും പിന്നീട് മദ്യപാനവും. ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ മറ്റ് ശീലങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഓവർ വെയിറ്റ് ആണ്. അമിതമായിട്ട് വെയിറ്റ് ഉണ്ടായിരിക്കുക, യാതൊരു എക്സർസൈസും ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ആമാശയത്തിലെ ക്യാൻസർ ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്നത്. അതുപോലെ സ്ഥിരമായിട്ട് അൾസറിൻ്റെ പ്രശ്നം ഉണ്ടാകും. അതായത് എച്ച് പൈലോറി എന്ന് പറഞ്ഞിട്ടൊരു ബാക്ടീരിയ ഉണ്ട്. അവയാണ് നമ്മുടെ വയറ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് അൾസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ എച്ച് പൈലോറിയുടെ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ സ്ഥിരമായിട്ട് വയറിലുള്ളവർക്കും അതുപോലെ എപ്പോഴും അക്യൂട്ട് ഗ്യാസ്ട്രൈ, അതായത് നമ്മുടെ ആമാശയത്തിൻ്റെ ലൈനിങ്ങിൽ വരുന്ന ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന അസുഖമാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് വയറിലുണ്ടാകുന്ന ഈ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നമുള്ളവർക്കും ഒക്കെ തന്നെ പിന്നീട് ഈ പറഞ്ഞ ഈ സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആമാശയത്തിൽ ഏതെങ്കിലുമൊക്കെ സർജറിയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക്, എന്തെങ്കിലും അൾസറിൻ്റെയൊക്കെ പ്രശ്നം വന്നിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമൊക്കെ കൊണ്ട് വയറിൽ സർജറിയൊക്കെ ചെയ്തിട്ടുള്ളവർക്കും ഇതുപോലെ
ഭാവിയിൽ സ്റ്റൊമക് അൾസറിൻ്റെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ളവർ എന്തായാലും ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ അവർക്കുണ്ടോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ആമാശയത്തിലെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് നമ്മൾ ചെറുകുടലിയും വൻകുടലിൽ കൂടി അങ്ങ് പാസ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലുള്ള നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ധാരാളം ടോക്സിൻസ് അടങ്ങിയിട്ടുണ്ട്. ആ വിഷാംശങ്ങളൊന്നും തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് അധികം ബാധിക്കത്തില്ല. കാര്യം ഫൈബർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ വയറ്റിൽ കൂടി പാസ് ചെയ്തങ്ങ് പോകും. എന്നാൽ ഫൈബർ തീരെ ഇല്ലാത്ത ആഹാരങ്ങൾ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇതുപോലത്തെ ആമാശയ ക്യാൻസറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുറേ ടോക്സിൻസൊക്കെ അങ്ങനെ നമുക്ക് വെള്ളത്തിൽ കൂടി മൂത്രത്തിൽ കൂടി പുറത്ത് പോകുന്നതായിരിക്കും. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൈദ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, ഒരുപാട് റിഫൈൻ ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ, അതായത് വെള്ള അരി, മൈദ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, പഞ്ചസാര, ഇവയൊന്നും ഒരുപാട് കഴിക്കാതിരിക്കുക. ഒരുപാട് കോള അടങ്ങിയിട്ടുള്ള കോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതുപോലെ ഒരുപാട് ഫാസ്റ്റ് ഫുഡായിട്ടുള്ള സാധനങ്ങൾ, ഒരുപാട് ക്രിപ്സി ചിക്കൻ, പിന്നെ ഒരുപാട് പൊരിച്ച രീതിയിലുള്ള ചിക്കൻസ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനത്തെ ഉള്ള ആഹാരങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഒഴിവാക്കുക. കഴിവതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ, അതും നാടൻ രീതിയിലുള്ള ആഹാരങ്ങൾ തന്നെ കഴിക്കുക. ഒരുപാട് പ്രോസസ്സ് ചെയ്ത് ഒരുപാട് മാനുഫാക്ചറിങ്ങിൽ തന്നെ അതിന് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആയാലും ഒരുപാട് ഈ മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പാക്കറ്റിലൊക്കെ വരുന്ന ഫുഡ്സൊക്കെ കഴിച്ചാലും നമുക്കിതുപോലെ ആമാശയത്തിൽ അൾസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരുപാട് അജിനോമോട്ടോ ഒക്കെ ചേർന്നിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കുകയാണെങ്കിലും നമുക്ക് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ഹോട്ടൽ ഫുഡിനെ ആശ്രയിച്ചിട്ട് കഴിയുന്നവർക്കാണ് കൂടുതലായിട്ട് ഈ സ്റ്റൊമക് അൾസർ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഹോട്ടൽ ഫുഡിനകത്ത് നിന്ന് കഴിക്കുന്ന ഒരുപാട് അഡിറ്റീവ്സും അതിലവർ ചേർക്കുന്ന പ്രിസർവേറ്റീവും അജിനോമോട്ടോയും നൈട്രേറ്റ്സുകളും അവയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ക്യാൻസറിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൽസും തന്നെ നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുമുണ്ട്, അതുപോലെ നശിച്ചു പോകുന്നുമുണ്ട്. എന്നാൽ ഈ ക്യാൻസറസ് ആയിട്ടുള്ള സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവ ഇങ്ങനെ വിഘടിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ എണ്ണം കൂടി വരും, അത് പിന്നീട് നശിച്ചു പോകുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ സ്റ്റൊമക് ക്യാൻസറിൽ തന്നെ ആയാലും 4 സ്റ്റേജിലായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പോൾ 4ാമത്തെ സ്റ്റേജിലോട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചികിത്സ അത്രയും പാടായിട്ടാണ് വരുന്നത്. അതിനാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നോൺ വെജ് ഒരുപാട് കഴിക്കുന്നവർക്കാണ് പിന്നീട് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബീഫും ഒരുപാട് മട്ടനും ഒക്കെ കഴിക്കുന്നവർക്കും ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അതിനാൽ കഴിവതും മീനൊക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൂടെ നോൺ വെജോ മറ്റ് ഐറ്റംസൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. ഒരുപാട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക. അവ തന്നെയാണ് നമുക്ക് ഈ ക്യാൻസറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന പച്ചക്കറിയിലും പഴവർഗ്ഗങ്ങളിലും ഒക്കെ ഇഷ്ടം പോലെ കീടനാശിനിയും മറ്റ് സാധനങ്ങളും ഒക്കെ ഉണ്ട്. അത് തന്നെ നമുക്ക് ക്യാൻസറിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ നാടനായിട്ട് കിട്ടുന്ന പച്ചക്കറികൾ, നാടനായിട്ട് കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ, ഇപ്പോൾ സീസണൽ, ഇപ്പം ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് നാട്ടിൻപുറത്ത് തന്നെ നല്ല ചക്കയും നല്ല നാട്ടിൻപുറത്ത് തന്നെ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ ടൗണിലാണെങ്കിൽ തന്നെ ചുറ്റുപാടും ഒക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള മാങ്ങയോ സീസണബിളായിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ എപ്പോഴും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ഇപ്പോൾ ആപ്പിളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴിക്കാനായിട്ട് നോക്കുക. നാടനായിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും ഉപയോഗിക്കുക. ഇപ്പം ചിക്കൻ്റെ കാര്യത്തിലായാലും ശരി, നാടൻ ചിക്കൻ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ബ്രോയിലർ ചിക്കൻ കഴിക്കുമ്പോഴും അത് ക്യാൻസറൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം അതിനകത്തൊക്കെ ഒരുപാട് ഹോർമോൺസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതിനാൽ ചിക്കൻ എല്ലാ സാധനങ്ങളും നാടനായിട്ടുള്ള ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം വെജിറ്റബിൾസിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ കഴിവതും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് കഴിക്കുക. അതിപ്പം നമ്മളിപ്പോൾ ദിവസം ഒരു കറി നമ്മളിപ്പം വീട്ടിലുണ്ടാക്കുന്ന വെജിറ്റബിൾ വെച്ച് ഉണ്ടാക്കി അത് മാത്രം കഴിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്ന വെജിറ്റബിൾസ് കുറേ കറികളായിട്ട് കഴിച്ചിട്ടും ചിലപ്പോൾ അതിനകത്ത് യാതൊരു ഗുണവും തന്നെ കണ്ടുവെന്ന് വരില്ല. അതിനകത്ത് ഒരുപാട് കീടനാശിനിയും കണ്ടുവെന്ന് വരാം. അപ്പം നമ്മൾ പ്രത്യേകിച്ച് കറിവേപ്പിലയിലും മുളവിലുമാണ് ഏറ്റവും കൂടുതൽ കീടനാശിനി അടങ്ങിയിട്ടുള്ളത്. അതിനാൽ കറിവേപ്പില കഴിവതും വീട്ടിലുണ്ടാക്കുന്നത് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മുളകാണെങ്കിൽ എല്ലാവർക്കും വീട്ടിൽ ഒരു ചെടിച്ചട്ടിയിൽ 1-2 മുളക് തൈയൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അതിനാൽ പച്ചമുളകിനകത്ത് ഇഷ്ടംപോലെ കീടനാശിനി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ എല്ലാവരും വീട്ടിൽ പച്ചമുളകൊക്കെ വെച്ച് പിടിപ്പിക്കുക, കറിവേപ്പിലയും മല്ലിയിലയൊക്കെ വെച്ച് പിടിപ്പിക്കുക. പച്ചക്കറികളൊക്കെ കഴിവതും ചീരവർഗ്ഗങ്ങളും ഒക്കെ തന്നെ വീട്ടിലൊക്കെ തന്നെ വെച്ച് പിടിപ്പിക്കുക. കാര്യം ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനകത്ത് ഇഷ്ടംപോലെ ക്യാൻസറിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രീൻ ലീഫി വെജിറ്റബിൾ ആകുമ്പോൾ നമ്മൾ മുരിങ്ങയിലയും വീട്ടിൽ കിട്ടുന്ന ചീരയിലയും മറ്റുള്ള ഇലകളും ഒക്കെ തന്നെ യൂസ് ചെയ്താൽ മതിയാവും. അതുപോലെ നമ്മൾ ക്യാബേജും കോളിഫ്ലവർ
കോളിഫ്ലവറും സ്വീറ്റ് പൊട്ടറ്റോയും ക്യാരറ്റും തക്കാളിയൊക്കെ കഴിക്കുന്നതൊക്കെ തന്നെ ക്യാൻസറിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ പ്രധാനമായിട്ട് ഗ്രീൻ ടീയിലുണ്ട്, തക്കാളിയിലുണ്ട്, അതുപോലത്തെ ചുമന്ന കളറുള്ള ഫലങ്ങളിലൊക്കെ ഉണ്ട്. ഇവയൊക്കെ കഴിക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് ക്യാൻസറിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു ചികിത്സയുണ്ട്. അതായത് രാവിലെ എണീറ്റ ഉടനെ ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതും ഈ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആമാശയത്തിനെ ശുദ്ധി ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറേ ടോക്സിൻസ് ഒക്കെ നമ്മളെ ശരീരത്തിൽ നിന്ന് പോകുന്നതായിരിക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് റേഡിയേഷൻസ് ഒക്കെ ഏൽക്കാൻ സാധ്യത ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ക്യാൻസറിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒരുപാട് രോഗനിർണയത്തിന് വേണ്ടി ഒത്തിരി എക്സ്റേ എടുക്കുന്നതും ഒക്കെ തന്നെ ശരീരത്തിന് കേടാണ്. ഒരുപാട് സ്റ്റീറോയിഡ് പോലുള്ള മരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കുന്നതും ഒക്കെ തന്നെ ഈ ക്യാൻസറിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫാമിലിയിൽ ഈ ക്യാൻസറിൻ്റെയൊക്കെ ടെൻഡൻസി ഉള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ജീവിതചര്യയൊക്കെ നന്നായിട്ട് മാറ്റുക. പഞ്ചസാരയും ഒക്കെ കഴിക്കുന്നതൊക്കെ, ഒരുപാട് ഉപ്പ് കഴിക്കുന്നതൊക്കെ നന്നായിട്ട് കുറയ്ക്കുക. പച്ചില പഴവർഗ്ഗങ്ങളും ഒക്കെ നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നീട് നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റൊമക് ക്യാൻസർ തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല ടെസ്റ്റുകളുണ്ട്. അതിന് നമ്മൾ CT സ്കാൻ ചെയ്ത് നോക്കാറുണ്ട്. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ഒരു മെത്തേഡുണ്ട്. അതായത് വായിലേക്ക് കുഴലിറക്കിയിട്ട് ക്യാമറ ഉള്ള കുഴലിറക്കിയിട്ട് ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. ആ എൻഡോസ്കോപ്പി ചെയ്യുന്നത് ഈ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഏറ്റവും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റായിട്ട് ചെയ്യുന്ന ബയോപ്സിയാണ്. അതായത് ക്യാൻസർ സെല്ലിൽ നിന്ന് കുറച്ച് കുത്തിയെടുത്തിട്ട് മൈക്രോസ്കോപ്പി വെച്ച് പരിശോധിക്കുന്നതാണ് ബയോപ്സി എന്ന് പറയുന്നത്. അതുപോലെ CT സ്കാനും മറ്റുള്ള സ്കാനും ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. അത് ഏതിൽ ഡോക്ടർ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നത്. അതുപോലെ ഈ വയറിലുണ്ടാകുന്ന ഈ ആമാശയത്തിലുണ്ടാകുന്ന ക്യാൻസർ തന്നെ കുറച്ച് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്തിട്ട് അടുത്തുള്ള ലിവറിലോ പാൻക്രിയാസിലോ അല്ലെങ്കിൽ ചെറുകുടലിലോ വൻകുടലിലോ ഒക്കെ പോയിട്ട് അവിടെയും ക്യാൻസർ ഉണ്ടാക്കാം. അതുപോലെ നമ്മൾ ലിംഫ് നോഡ്സിൽ കൂടി സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ലങ്സിൽ വന്നിട്ട് ക്യാൻസർ ഉണ്ടാക്കാം. അതുപോലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് അതിൻ്റെ സ്റ്റേജ് കൂടുന്നതനുസരിച്ച് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. മിക്കവർക്കും ഉള്ളൊരു അബദ്ധ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് കരുതി എല്ലാവരും ഈ എപ്പോഴും ഉണ്ടാകുന്ന ഈ ഫുഡ് കഴിച്ചാൽ ഉണ്ടാകുന്ന ഈ വയറുപരുക്കവും അസിഡിറ്റിയുടെ പ്രശ്നവും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും മോഷൻ്റെ പ്രശ്നങ്ങളും അതുപോലെ വയറുവേദനയും ഇവയെല്ലാം ക്ഷീണവും വെയിറ്റ് ലോസും ഇവയൊക്കെ തന്നെ സാധാരണ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണെന്ന് കരുതി ഗ്യാസിൻ്റെ മെഡിസിൻ മാത്രം ഏതെങ്കിലും ആൻറ്റാസിഡുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാസിൻ്റെ മരുന്നുകളോ ഒക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. കുറച്ച് സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും അവർക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. മിക്കവാറും കേസിലൊക്കെ ഉള്ള സ്റ്റൊമക് ക്യാൻസർ ഉള്ള പേഷ്യൻസിനൊക്കെ തന്നെ മരണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവരൊന്നും തന്നെ തിരിച്ചറിയുന്നില്ല. മിക്കവരും തന്നെ അവർക്ക് അൾസറിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഗ്യാസൊക്കെ ആണെന്ന് കരുതി മരുന്ന് സ്വയം കഴിച്ചുകൊണ്ടിരിക്കും. ഒരു സ്റ്റേജ് കഴിഞ്ഞ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് മാത്രമാണ് അവർ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ മാസങ്ങളോളം തുടർന്ന് നിൽക്കുന്ന ഈ ഗ്യാസിൻ്റെ പ്രശ്നം, അൾസർ, വയറുവേദന, ഓഖാനം, ഛർദിൽ രക്തം കാണുക അല്ലെങ്കിൽ മോഷനിൽ രക്തം കാണുക, ഇനി ഏത് സിംറ്റം കണ്ടാലും എന്തായാലും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ആവശ്യത്തിന് വേണ്ടുന്ന ടെസ്റ്റുകളും ബാക്കി ദേഹപരിശോധനയും എല്ലാം ചെയ്ത് ക്യാൻസറിൻ്റെ പ്രശ്നമൊന്നും ഇല്ല എന്ന് എല്ലാവരും തീരുമാനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.